വിഷുവിന്റെ വരവറിയിച്ച നാടെങ്ങും കണിക്കൊന്ന പൂത്തു. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വർഷത്തെ മലയാളി വരവേൽക്കുന്നത് വിഷുനാളിലെ കണിയോടെയാണ്. കണിയൊരുക്കത്തിലെ പ്രധാനമാണ് കണിക്കൊന്ന പൂക്കൾ. ഇത്തവണയും മലയോരങ്ങളിലും വീട്ടുമുറ്റങ്ങളിലുമെല്ലാം കണിക്കൊന്നകൾ പൂത്തു. വേനൽ മഴയിൽ ചിലയിടങ്ങളിൽ കുറച്ച് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതിന് കാരണമായെങ്കിലും ഒട്ടുമിക്ക ഇടങ്ങളിലും കർണികാരം പൂത്തു നിൽക്കുന്നത് മനോഹരമായ കാഴ്ച തന്നെയാണ്. വേനൽ കനക്കുന്നതിന് മുൻപ് പൂവിട്ട് മഴക്കാലമാവുമ്പോഴേക്കും വിത്തുകൾ പാകമാവുകയും ചെയ്യുന്നതാണ് സാധാരണ കണിക്കൊന്നകളുടെ രീതി. എന്നാൽ ഏതാനും വർഷങ്ങളായി കണിക്കൊന്നകൾക്ക് പൂക്കാൻ അങ്ങനെ കൃത്യമായ കാലമൊന്നുമില്ല. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പൂക്കുകയും വിഷുനാളിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞു നിൽക്കാറുമുണ്ട്. ഓണക്കാലത്ത് പോലും കണിക്കൊന്നകൾ പൂക്കാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണമെന്നാണ് സസ്യശാസ്ത്രജ്ഞർ പറയുന്നത്. കാലാവസ്ഥയിലെ വ്യതിയാനം മൂലം മരങ്ങളും ചെടികളും അവയുടെ പുഷ്പിക്കൽ, കായ്ക്കൽ പ്രക്രിയകൾ പൂർത്തിയാക്കുന്നതിനാലാണ് നേരത്തെ പൂക്കുന്നത്. മാത്രവുമല്ല, ഫ്ലോറിജൻ എന്ന സസ്യ ഹോർമോണാണ് പൂക്കാൻ സഹായിക്കുന്നത്. ചൂട് കൂടുമ്പോൾ ഫ്ലോറിജന്റെ ഉൽപാദനം വർദ്ധിക്കുന്നതും നേരത്തെ പൂക്കാനുള്ള കാരണമാണ്. വിഷു കേരളത്തിൽ മാത്രമല്ല, മലയാളികൾ ഉള്ള ഇടങ്ങളിലെല്ലാം ആഘോഷമാണ്. അതുകൊണ്ട് വിമാനം കയറി വിദേശത്തേക്കും കണിക്കൊന്നകൾ ഇപ്പോഴെത്തുന്നുണ്ട്. വിഷുവിന് തലേന്ന് വഴിയോരങ്ങളിലെല്ലാം കണിക്കൊന്നപ്പൂ കച്ചവടവും സജീവമാകും. ഇനി കണിക്കൊന്നപ്പൂ കിട്ടിയില്ലെന്ന് കരുതി വിഷമിക്കേണ്ട. ശരിക്കുമുള്ള പൂവിനെ വെല്ലുന്ന പ്ലാസ്റ്റിക്, പേപ്പർ പൂക്കളും വിപണിയിൽ ലഭ്യമാണ്. ഓൺലൈനായി വാങ്ങണമെങ്കിൽ അങ്ങനെയും കിട്ടും.